മോളിവുഡിൽ ഈ അടുത്ത് വന്നതിൽ ഏറ്റവും ഹൈപ്പേറിയ ചിത്രമായിട്ടാണ് പാട്രിയറ്റ് ഇന്ന് റിലീസിനെത്തിയത്. മലയാള സിനിമയുടെ നെടുംതൂണുകളായ മമ്മൂട്ടിയും മോഹൻലാലും വർഷങ്ങൾക്ക് ശേഷം ഒന്നിക്കുമ്പോൾ പ്രതീക്ഷയുടെ കൊടുമുടിയിലാണ് ആരാധകരും. ചിത്രത്തിന് അഡ്വാൻസ് സെയിലും റെക്കോർഡാണ് സ്വന്തമാക്കിയത്. താരപ്പകട്ടിൻ്റെ കാര്യത്തിൽ മാത്രമല്ല, ബജറ്റിൻ്റെ കാര്യത്തിലും ഒരുപടി മുന്നിലാണ് പാട്രിയറ്റ്. ഈ വർഷം ഇതുവരെ പുറത്തിറങ്ങിയതിൽ വെച്ച് ഏറ്റവും ചെലവേറിയ ചിത്രമാണ് പാട്രിയറ്റ്. 125 കോടിയിലേറെ ചിത്രത്തിൻ്റെ ബജറ്റ്. 6 രാജ്യങ്ങളായി 180 ദിവസത്തിലേറെ നീണ്ടുനിന്ന ഷൂട്ടിംഗായിരുന്നു പാട്രിയറ്റ്. എന്നാൽ ഇത്രയധികം ബജറ്റിലാണ് ചിത്രത്തിലെത്തുന്നത് പുറത്തു വന്നതോടെ സിനിമാ പേജുകളിൽ പുതിയൊരു ചർച്ച ആരംഭിച്ചിരിക്കുകയാണ്. കുറച്ചു കാലം മുമ്പ് വരെ മോളിവുഡിൽ 100 കോടി കളക്ഷൻ പോലും ബാലികേറാമലയായിരുന്നു. എന്നാൽ ഇപ്പോൾ 100 കോടി മുടക്കി ഒരു ചിത്രം ഒരുക്കാൻ മാത്രം ബോളിവുഡ് വളർന്നിരിക്കുകയാണ്. മലയാളത്തിൽ ആദ്യമായി 100 കോടിക്ക് മുകളിൽ ചെലവഴിച്ച ചിത്രമായിരുന്നു ബാറോസ്. മോഹൻലാൽ ആദ്യമായി സംവിധായകക്കുറിപ്പായി അണിഞ്ഞ ഈ ചിത്രം 150 കോടി ബജറ്റിലാണ് ഒരുക്കിയത്. പൂർണ്ണമായും ത്രില്ലിലൊരുങ്ങിയ ചിത്രം പ്രേക്ഷകരെ തൃപ്തിപ്പെടുത്താൻ പരാജയപ്പെട്ടു. ബജറ്റിന്റെ പത്തിലൊന്ന് പോലും നേടാനാകാതെ ബാറോസ് കളം വിട്ടത്. OTTയിൽ പോലും ചിത്രം ട്രോൾ മെറ്റീരിയലായി മാറുകയും ചെയ്തു. ബജറ്റിന്റെ കാര്യത്തിൽ ബോളിവുഡിനെ വീണ്ടും 100 കോടി കണ്ടത് എമ്പുരാന്റെ കാര്യത്തിലാണ്. 5 രാജ്യങ്ങളിലായി 100 ദിവസത്തിലധികം ചിലവഴിച്ചുകൊണ്ട് ഒരുങ്ങിയ എമ്പുരാൻ മലയാള സിനിമ കണ്ട ഏറ്റവും വലിയ ആഘോഷമായൊക്കെയാണ് പ്രേക്ഷകരിലേക്ക് എത്തിയത്. കളക്ഷൻ റെക്കോർഡുകൾ പലതും തകർത്തെറിഞ്ഞ എമ്പുരാൻ വേൾഡ് വൈഡ് കളക്ഷനിൽ 270 കോടിയിലേറെ നേടിയത്. എന്നാൽ 170 കോടി ബജറ്റൊരുങ്ങിയ ചിത്രം നിർമ്മാതാവിന് ചെറിയ ലാഭം മാത്രമാണ് സമ്മാനിച്ചത്. ഇപ്പോൾ പാട്രിയറ്റും 100 കോടിയിലേറെ ബജറ്റിലൊരുങ്ങുമ്പോൾ പ്രതീക്ഷയും ടെൻഷനും ഒരുപോലാണ്. സ്റ്റാർ കാസ്റ്റും ബജറ്റിനും ഇപ്പുറം കണ്ടന്റുകളുള്ള സിനിമകൾ മാത്രം മുന്നേറുന്ന മോളിവുഡിൽ പാട്രിയറ്റ് അതിജീവിക്കുമോ എന്നാണ് എല്ലാവരുടെയും ചിന്ത. അറിയിപ്പ്, മാലിക്, ടേക്ക് ഓഫ് തുടങ്ങിയ ചിത്രങ്ങളിൽ മഹേഷ് താരനെ നിരാശപ്പെടുത്താത്തതാണ് പലരും അനുമാനിക്കുന്നത്.